ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു E70 വ്ളോഗ്സ് ആൻഡ് ഫാമിലി. അപ്പം നമ്മളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഫുൾ ക്ലീനിങ് ഡേ ആട്ടോ. ഇച്ചില്ലാത്തതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലല്ലോ കിച്ചണിൽ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഫ്രീ ടൈം കിട്ടുന്നതാണ്. അപ്പം ഞാൻ കരുതി ആൾ വന്നതിന് മുമ്പ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മുടെ റൂമിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. റൂമിൽ അങ്ങനെ പൊടിയാട്ടോ കൂടുതൽ, അങ്ങനെ അടക്കി പറക്കി വെക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഡ്രസ്സിങ് ടേബിളിലുള്ള ഐറ്റംസ് ഒക്കെ ഇറക്കി പൊടിയൊക്കെ തട്ടി ഇതാ തിരിച്ച് കയറ്റി വെച്ചതാണ്. പിന്നെ കട്ടിലൊക്കെ ഒന്ന് നീക്കിയിട്ട് പൊടിയൊന്ന് തുടച്ചെടുത്തു കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ സീലിംഗ് ഫാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുമ്മയൊക്കെ പൊടി പിടിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി പാട്. അപ്പോൾ അതുകൊണ്ട് റൂം വേഗം ക്ലീൻ ചെയ്ത് കിട്ടി. ഇനി നമുക്ക് കിച്ചൺ ആട്ടോ. ഓരോ ദിവസം ഓരോ ഏരിയ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ റൂമും കിച്ചനുമാണ് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ ഒരുവിധം നമുക്ക് ടയേർഡ് ആവേയില്ല, ഓരോ വശം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ. ഫസ്റ്റ് കുറച്ച് ലോഷനൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് ഞാൻ കുറച്ച് നേരം അവിടെ ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ സൈഡായിട്ട് കഴുകി ഇങ്ങ് എടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഈ പൊട്ടും പൊടിയെന്നൊക്കെ കാണുന്നത് അത് ടൈല് പൊട്ടിപ്പോയേക്കുന്ന കേട്ടോ. പിന്നെ നന്നായിട്ട് തുടച്ചിട്ടു. അപ്പോൾ നമ്മുടെ കിച്ചണും ക്ലീനായി. പിന്നെ കബോർഡിലുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇറക്കിയിട്ട് തുടച്ചും പാത്രങ്ങളൊക്കെ കഴുകിയും അങ്ങനെ കയറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഓരോ കബോർഡിലും ഓരോ ഐറ്റംസ് ആണല്ലോ വയ്ക്കുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് മെസ്സായി തോന്നിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഇറക്കി ഒന്ന് തുടച്ച് കയറ്റു കേട്ടോ. അപ്പോൾ ഒരു കബോർഡല്ലേ, അത് നമുക്ക് അധികം നേരമൊന്നും ഉണ്ടാവില്ല ചെയ്ത് തീർക്കാനായിട്ട്. മൊത്തത്തിൽ ചെയ്യാൻ നിൽക്കുമ്പോഴാണല്ലോ കുറേ സമയം. പിന്നെ നമ്മൾ വീക്കിലി ആണ് നമ്മുടെ ഫ്രിഡ്ജിലേക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ അത് തീരുന്നതനുസരിച്ച് ഫ്രിഡ്ജും ഞാൻ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവാഞ്ഞത്. പിന്നെ ഫസ്റ്റ് ഡേ അത്രയും ചെയ്തോളൂ കേട്ടോ. നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് നിർത്തി. ഇത് സെക്കൻഡ് ഡേ ആട്ടോ. സെക്കൻഡ് ഡേ നമ്മൾ ഹോളും പിന്നെ നമ്മുടെ ബാൽക്കണി ആട്ടോ ക്ലീൻ ചെയ്യാനുള്ളത്. ഇവിടെ അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിയും ഗൈസ്. പൊടിയാണ് സഹിക്കാൻ പറ്റാത്തത്, വേറെ ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ അവിടെ ടോയ്സ് ഒന്ന് അടക്കി വയ്ക്കാമെന്ന് കരുതിയിട്ടോ. ഇത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമ്മളെന്തായാലും ഒരു സമാധാനത്തിന് ചെയ്യുന്നു എന്ന് മാത്രം. മുന്നേ ഞാനിത് 2 നേരം ചെയ്തിരുന്നു കേട്ടോ. അവൻ രാവിലെ എണീക്കും, ഇത് ഫുള്ള് നിരത്തും. ഉച്ചയാകുമ്പോഴേക്കും ഞാനിത് അടക്കി ഒതുക്കിയൊക്കെ വെക്കും. രാത്രി ആകുമ്പോഴേക്കും ഇത് ഫുള്ള് നിരത്തിയിട്ടുണ്ടാവും, പിന്നെ അടക്കി വെക്കും. അപ്പം ഇച്ചിനെ വഴക്ക് പറയാൻ തുടങ്ങി കേട്ടോ. അവൻ്റെ ഇഷ്ടത്തിന് കളിക്കട്ടെ, നീ ഇതിനി എപ്പോഴും പുറകെ നിന്നാണ് അടക്കി വെക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ബോക്സ് താഴെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇട്ട് വെക്കും കേട്ടോ കളി കഴിയുമ്പോൾ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഗെയിം, ട്രെയിന്, പിന്നെ കിച്ചൺ സെറ്റ്, മെറ്റൽ കാറ്, പ്ലാസ്റ്റിക് കാറ്, അങ്ങനെ എല്ലാനും സെപ്പറേറ്റ് സെക്ഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഇഷ്ടത്തിന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ തന്നെ പഴയ പോലെ ആവുമെന്ന് എനിക്കറിയാം, എന്നാലും എന്താ പറയുക, എല്ലായിടത്തും ക്ലീൻ ചെയ്യല്ലേ. അപ്പോൾ അതും കൂടി അങ്ങ് ക്ലീൻ ചെയ്തേക്കാന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് വന്ന് നോക്കി വണ്ടികളൊക്കെ പോകുന്നതൊന്ന് കാണണം കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. ചുമ്മാ ആണെങ്കിലും ഒന്ന് എന്താ പറയുക, പുറത്തിറങ്ങി ഒന്ന് നോക്കുക. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ ഓഫ് ആയതുകൊണ്ട് കാറുകളൊക്കെ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് എത്തി നോക്കിയിട്ട് പോകലാണ് എൻ്റെ ഒരു പരിപാടി. ഇനി നമുക്ക് എന്താ പറയുക, നമുക്ക് തുണി വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിടാമെന്ന് കരുതി, അതിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ തുണി വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലീനിങ്ങും കഴിയണം എന്നാണ് ഞാൻ കരുതുന്നത്. എത്രത്തോളം പറ്റുമോയെന്നറിയില്ല. നമുക്ക് ബാൽക്കണി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ചധികം സമയം വേണ്ടി വരിക. നിറച്ച് പൊടിയായിരിക്കും എപ്പോഴും. ഇപ്പോൾ രാവിലെ നമ്മൾ അടിച്ചിട്ട് പോയാൽ ഈവനിങ് ആകുമ്പോഴേക്കും അത്രയും തന്നെ പൊടി പിന്നെയും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് കുറച്ചധികം സമയം വേണം കേട്ടോ. പിന്നെ അവിടെ തുടച്ചെടുക്കാനും പണിയാണ്. കാരണം നമുക്ക് കുറേ നേരം മുക്കി തുടക്കേണ്ടി വരും. അതിൻ്റെ പൊടിയൊന്നും കളഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ തുടച്ചിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം നിറച്ച് പൊടിയായിരിക്കും ഗൈസ്. അപ്പോൾ ചൂടും കൂടി ആയതുകൊണ്ട് ഒന്നും പറയാനില്ല. തുടച്ചിട്ട് പോരുമ്പോഴേക്കും പൊടിയായിട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക, അലക്കിയിട്ട് തുണിയൊക്കെ വിരിക്കില്ലേ, അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ആട്ടോ അതിൻ്റെ മുകളിൽ വിരിച്ചിടുക. ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അങ്ങ് വിരിച്ചിടും. അപ്പോൾ അതുമേലോട്ടല്ലേ പൊടി പിടിക്കുള്ളൂ എന്ന് കരുതി. അത് പിന്നെ നമുക്ക് കഴുകിയാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ടേബിളും ആദ്യം തന്നെ ഹോളിലെ കാര്യങ്ങളൊന്ന് കഴിയട്ടെ എന്ന് കരുതി. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് നീക്കി അതിൻ്റെ അടിയിലൊക്കെ പൊടിയും നമ്മുടെ ചിപ്സ് മുഴുവനും കഴിച്ചതിൻ്റെയൊക്കെ അതിൻ്റെ അടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവൻ അടിച്ചൊന്നെടുത്തു. പിന്നെ അവൻ്റെ ടോയ്സും കാര്യങ്ങളും വണ്ടികളൊക്കെ ഞാനൊന്ന് തുണി മുക്കി തുടക്കാൻ പറ്റിയതൊക്കെ ഒന്ന് തുടച്ചെടുത്തു.
എന്തായാലും ക്ലീൻ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഒരു ഭാഗം വിട്ട് കളയണ്ടല്ലോ എന്ന് കരുതിയാണ് ഓരോന്നെടുത്ത് ഞാൻ തുടച്ച് വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ സ്ട്രോളറും കൂടി തുടയ്ക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ടേ അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് നല്ല പൊടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ചെടുക്കാൻ കരുതി. വാവ എൻ്റെ പിന്നാലെ നടക്കും കേട്ടോ. ഞാൻ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് നടക്കുന്നത്. കിച്ചണിൽ പോയാൽ അവിടെ വരും, റൂമിൽ പോയാൽ അങ്ങോട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ അവൻ. ടി വി വെച്ച് ഇപ്പം ഞാൻ കൊടുക്കാറേ ഇല്ല കേട്ടോ. മുന്നേ എപ്പോഴും ടി വി വെച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ടി വി വെക്കുന്നത് വളരെ കുറവാണ്. ടി വി വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലവരും കുറ്റം പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവളങ്ങ് ടി വി വെച്ച് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യുന്നതാട്ടോ. എന്നെപ്പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മൾ മനഃപൂർവ്വം അല്ല, കുറച്ച് നേരം അവർ അടങ്ങിയിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്തായാലും വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഫുൾ ടൈം ടി വി കാണിക്കാറൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ ടി വി വെച്ച് കൊടുക്കാറേ ഇല്ല കേട്ടോ. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ അവനെയും കൂടി കൂട്ടും. ഞാൻ അടിക്കുകയാണെങ്കിൽ ഒരു ചൂലെടുത്ത് അവനും കൂടി കൊടുക്കും. അവൻ അടിക്കുകയൊന്നുമില്ല, എനിക്ക് ഇരട്ടി പണിയാക്കി തരും. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ കിച്ചണിലാണെങ്കിൽ കുറച്ച് വെള്ളവും പാത്രമൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങ് കളിച്ചോളും. ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തുടച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ ടി വി കാണൽ മാക്സിമം കുറക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ടി വി അല്ലെങ്കിൽ ഫോൺ വെച്ച് കൊടുക്കും. അല്ലാതെ വേറെ ഒരു വഴിയില്ല. വയറ്റിലോട്ട് എന്തെങ്കിലും പോകണ്ടേ, അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. 1-2 വായ കഴിക്കും, പിന്നെ ഉള്ളതൊക്കെ തുപ്പിക്കളയും. അപ്പോൾ ടി വി എങ്കിലും വെച്ച് കൊടുത്ത് എന്തെങ്കിലും പോയിക്കോട്ടെ എന്ന് കരുതി അത് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ട് ഇതാ ആളെന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ കണ്ടോ കേട്ടോ എന്താ ചെയ്യുന്നതെന്ന്. ചൂലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് പണി. അപ്പോൾ അതിലുള്ള പൊടിയും ഞാൻ അടിച്ചിട്ടേക്കുന്ന പൊടിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ച് വാരി കളഞ്ഞു കേട്ടോ. ഇനി നമുക്കിവിടെ ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോഴേക്കും എനിക്കിതാ ഒരാൾ പണി വന്നേക്കുന്നത് കണ്ടോ. എവിടെന്നോ ഒരു തെർമോക്കോളിൻ്റെ കഷ്ണം കിട്ടി. അവൻ അതും കൊണ്ട് വന്ന് അവിടെ ഫുള്ള് പിച്ച് കീറിയിട്ടു കേട്ടോ. എന്താടാ ഇത്? പൊന്നെ എന്താണിത്? അമ്മ പഠിച്ചിട്ടല്ലടാ. പോയിടൊന്ന്. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കുമല്ലേ അവസ്ഥ. അപ്പോൾ അതങ്ങ് അടിച്ച് വാരി കളയാന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇനി നമുക്കിത് വേഗം ഒന്ന് തുടച്ചിടാം കേട്ടോ. എനിക്ക് ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ പണി കഴിയണം ഗൈസ്. ഉച്ച കഴിഞ്ഞ് എനിക്ക് പണിയെടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഉച്ചയാകുമ്പോഴേക്കും പണിയൊക്കെ തീർത്ത് എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ദിവസം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. വാവായിരുന്നു കഴിക്കുന്നത് പപ്പടം കേട്ടോ. പപ്പടം വറക്കാൻ എടുത്തു കഴിഞ്ഞാൽ ചെക്കന് ഈ പച്ചപ്പപ്പടം കഴിക്കുന്നത് നല്ലതല്ലെന്നൊക്കെ അമ്മയൊക്കെ പറയാറുണ്ട് കേട്ടോ, വയറുവേദന എടുക്കുമെന്നൊക്കെ. പക്ഷേ ഇവനങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനും കഴിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ അവനത് കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരം കരയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനൊരു പകുതി പപ്പടം കൊടുക്കാറുണ്ട് കേട്ടോ വല്ലപ്പോഴും. പക്ഷേ അവനിങ്ങനെ കഴിച്ചിട്ട് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആളിറങ്ങിയിട്ടുണ്ട് കേട്ടോ തുടക്കാൻ വേണ്ടിയിട്ട്. ഹോള് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ചധികം സമയം വേണ്ടത്. കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അതിൻ്റെ ഇടയിൽ നിന്നും ഒക്കെ തുടച്ചെടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ തുട കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ തുടച്ച് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടല്ല കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കുന്നത്. പിന്നെ ഫുള്ളായിട്ട് കാണിച്ച് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹോള് തുടച്ചിട്ടിട്ട് ഞങ്ങൾ ബെഡ്ഷീറ്റ് മാറ്റാൻ വന്നതാണ്. ബെഡ്ഷീറ്റ് മാറ്റാനാട്ടോ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. ഡാഡേ കൂടി ഉണ്ടെങ്കിൽ ഡാഡേ മോനും കൂടി എന്നെ വട്ടാക്കും. ഞാൻ ഒരു സൈഡിൽ നിന്ന് വിരിച്ച് വരുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് വലിക്കും, ഇപ്പുറത്തെ സൈഡ് വിരിക്കുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് വലിക്കും കേട്ടോ. പിന്നെ എനിക്ക് ദേഷ്യം കയറി ഞാൻ ഇട്ടേച്ച് പോകലാണ് പതിവ്. ഇന്നിപ്പോൾ എൻ്റെ പൊന്നോ ഇത് വിരിക്കാനായിട്ട് എനിക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്ന പണിയാട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്യുക. അപ്പോൾ ആളിതാ പപ്പടം കൊണ്ട് നടക്കുകയാണ്. പപ്പടം നമ്മൾ പകുതി കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അവൻ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പിടിച്ച് നടന്നോട്ടെ എന്ന് കരുതി. വാങ്ങി വെച്ചാൽ ചിലപ്പോൾ കരയും. അപ്പോൾ തരാന്നൊക്കെ പറഞ്ഞ് നിന്നാൽ അതും കൊണ്ട് അങ്ങനെ നടന്നോളും. അപ്പോൾ കുറേ നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ നമ്മളിതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. അപ്പോഴേക്കും നമ്മുടെ തുണി അലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വിരിച്ചിടാം കേട്ടോ. തുണി വിരിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ബാൽക്കണി ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. വേറെ ഒന്നുമല്ല കേട്ടോ, വാവൻ്റെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ നല്ല പൊടിയാണ് അവിടെ. അപ്പോൾ ആ പൊടിയിൽ അധികം നേരം അവനെ നിർത്തണ്ടല്ലോ എന്ന് കരുതി ഞാൻ വേഗം അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങ് പോന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കഴുകി വെച്ചിട്ട് തുണി വിരിക്കാൻ പോകാമെന്ന് കരുതിയാണ്. അപ്പോഴേക്കും നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് ഇതായിട്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങ് എടുത്ത് വെക്കുകയും ചെയ്യാം. ഏകദേശം നമ്മുടെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ
മുക്കും മൂലയും വിടാതെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമും കൂടി ക്ലീൻ ചെയ്യാനുള്ളൂ. അത് ഞാൻ ചിലപ്പോൾ ഇന്ന് ചെയ്യില്ല കേട്ടോ. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ട്. അപ്പം ഇനി കുളിച്ച് എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാമെന്ന് കരുതി. ഇന്ന് ഞാൻ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഹോളും നമ്മുടെ ബാൽക്കണിയും ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുണി വിരിക്കണം, പിന്നെ നമ്മുടെ വേസ്റ്റ് കൊണ്ടേ കളയണം, അങ്ങനെയുള്ള കുട്ടി കുട്ടി പണികൾ ഇനിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. ഇവിടെ കുട്ടി കുട്ടി പാറ്റകളുണ്ട്, ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അല്ല. നാട്ടിലുള്ള പാറ്റ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു പാറ്റയില്ലേ, അത് ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ദിവസം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പാറ്റ നിറയും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ വെച്ച് എപ്പോഴും തുടച്ച് ക്ലീൻ ചെയ്തിടുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പാറ്റ വരുന്ന ഒരു പേടി കൊണ്ടാണ് കൂടുതലും. പാറ്റ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മെനകേടാണ് ഗൈസ്. എല്ലാത്തിലും കയറി നിരങ്ങും നമ്മൾ പാത്രം എടുക്കുമ്പോഴും എപ്പോഴും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടോ മാക്സിമം നോക്കാറ്. ഞാൻ ആ തുണി വിരിച്ച നേരം കൊണ്ട് ചെക്കൻ കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ, ഞാനിപ്പോൾ അടിച്ചൊക്കെ ഇട്ടിട്ട് പോയതാണ് ഗൈസ്. പിന്നെ എനിക്ക് വയ്യ ഇനി ഇവിടെ അടിക്കാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് കളയാൻ പോകാനുണ്ട്. വേസ്റ്റ് കൂടി കളഞ്ഞ് വന്നാൽ എൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എനിക്ക് എന്താ പറയുക, ടയേർഡായെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇതിങ്ങനെ കുറേ നാളത്തെയാണല്ലോ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു സാഹചര്യം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ചാട്ടോ ഞാൻ മാക്സിമം എൻ്റേതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഞാൻ ശരിക്കും ചൂടെടുത്ത് എനിക്ക് വയ്യ. അപ്പം ഞാൻ ഇനി കുളിച്ചിട്ട് വരാം ഗൈസ്. തുണി വിരിക്കൽ ഞാൻ അവസാനം വെക്കുന്നതേ നല്ലപോലെ ചൂടെടുക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ തുണി വിരിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് കുളിക്കുക കേട്ടോ. കുളി കഴിഞ്ഞ് വന്ന് പണിയൊക്കെ എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലപോലെ വിശക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എനിക്കിനി കുറച്ച് നേരം ഉറങ്ങണം കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീറ്റിട്ട് ഇനി വരാം ഞങ്ങൾ. ഉറക്കമൊക്കെ കഴിഞ്ഞതാ ഞാനും വാവ എണീറ്റിട്ടുണ്ട്. എൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ ഈ ചെക്കൻ എന്നെ കിടത്തുന്നില്ല ഗൈസ്. അവൻ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണിലൊക്കെ ഇട്ട് കുത്തും, മാന്തി പറിക്കുക തന്നെ. അപ്പം പിന്നെ ഞാൻ എണീറ്റ് പോന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ നേരത്തി ചായയൊക്കെ വെച്ച് നമ്മുടെ ചിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക വറുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനും വാവയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കുറച്ച് നേരം ബാൽക്കണി പോയിരുന്ന് കളിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ആ ഒരു ടൈം ഞാൻ അവൻ്റെ കൂടെ ഫുള്ള് അങ്ങനെ ഫോൺ പിടിച്ചിരിക്കാറില്ല. അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് കളിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഇനി ചായയൊക്കെ കുടിച്ച് നമുക്ക് കുറച്ച് നേരം പുറത്ത് പോയിരിക്കാമെന്ന് കരുതി. കണ്ടോ, കുറച്ച് നേരം ഇവിടെ വന്നിരിക്കും. ചൂടായതുകൊണ്ടാണ് കേട്ടോ അധികം നേരം ഇരിക്കാൻ പറ്റാത്തത്. നമ്മൾ വന്ന ഇടയ്ക്കൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് കുറേ നേരം നമ്മളിവിടെ വന്നിരിക്കുമായിരുന്നു. ഇപ്പം സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 8 മണി വരെ ഞാനും വാവയും കൂടി നല്ലപോലെ കളിക്കും കേട്ടോ. ഓടി കളിക്കും, ഒളിച്ച് കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സ് ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെ കളിക്കും കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഈ ഒരു ചവിട്ടി കണ്ടോ, ഇത് ഞാനിങ്ങനെ മടക്കി ഇട്ടേക്കുന്ന കേട്ടോ, പൊടിയൊന്നും ആവാതിരിക്കാൻ. ഇവിടെ വന്നിരിക്കുന്ന ടൈമിൽ ഇതങ്ങ് നിവർത്തിയിട്ടിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ കളിക്കും. അപ്പോൾ ഞങ്ങളുടെ കളിയും കാര്യങ്ങളൊക്കെ ഒരു 7:30 ആയപ്പോൾ ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. വേറെ ഒന്നല്ല, നമുക്കിതാ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത്ര മടിയുള്ളൊരു കാര്യം വേറെ ഇല്ല ഗൈസ്. അപ്പം ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സെക്ഷൻ ആക്കും കേട്ടോ. ഇച്ചിടെ ഒരു സെക്ഷനാക്കി വെക്കും, എൻ്റെ തുണികൾ, വാവയുടെ, അങ്ങനെ പല പല സെക്ഷനാക്കി വെച്ചിട്ട് എനിക്ക് ടൈം കിട്ടുമ്പോൾ എനിക്ക് മൂഡ് തോന്നുന്ന അനുസരിച്ചാട്ടോ മടക്കാറ്. പിന്നെ തുണി മടക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റേതായ ഒരു രീതി എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും മടക്കി തന്നാലും പിന്നെ അതൊരു ഇരട്ടിപ്പണിയാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്താലും ഞാൻ തന്നെ ചെയ്യും. പിന്നെ ഈ മടക്കുന്ന തുണികൾ ഓരോന്നും ഓരോ ബോക്സസിലാക്കി ആട്ടോ വെക്കാറ്. അപ്പോൾ എടുക്കാനും സുഖമാണ്, കാണുമ്പോഴും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ തുണികളെല്ലാം മടക്കാൻ നിന്നു കേട്ടോ. എന്തായാലും നമ്മൾ ക്ലീനൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ തുണിയായിട്ട് അവിടെ ഇടണ്ടല്ലോ എന്ന് കരുതി കംപ്ലീറ്റ് നമ്മൾ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വലിയൊരു പണി കഴിഞ്ഞു ഗൈസ്. നമ്മുടെ തുണിയെല്ലാം മടക്കി നമ്മൾ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് TV കാണാനിരുന്നതാണ്. നമ്മുടെ കാർത്തികേട്ടൻ്റെ റിസപ്ഷൻ്റെ ലൈവ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അത് കാണാനിരുന്നതാട്ടോ. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വാവയ്ക്കുള്ള ഫുഡും കൂടി കൊടുത്തു കേട്ടോ. കുറേ ടൈം വേണം അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും കഴിക്കാമെന്ന് കരുതി കേട്ടോ. എനിക്ക് സാമ്പാർ നല്ല ഇഷ്ടമാണ്. സാമ്പാർ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ തോരനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ട് നല്ല ചെമ്മീൻ
മാങ്ങച്ചാറും നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു. അതും കൂട്ടി ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ ദാ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടികളൊക്കെ ദാ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് മുടിയൊക്കെ ഇരിക്കെട്ടി ഒന്ന് പോയി കുളിച്ച് കിടന്നുറങ്ങണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുടി ഒന്ന് കെട്ടാൻ നിന്നപ്പോഴാണ് ചെക്കെന്താ ഉറങ്ങുന്നതായിട്ട് ആക്ട് ചെയ്യലാട്ടെ ഇപ്പോൾ പണി, കൂർക്കം വലിക്കുന്നതായിട്ടൊക്കെ കാണിക്കും. ഉറങ്ങിയ ലൈറ്റ് ഓഫ് ചെയ്യാം, അമ്മ ഓഫ് ചെയ്യാട്ടാ. എടാ പൊന്നാരെ കൂക്കം വലിച്ച ഒന്ന് എങ്ങനെയാണ് കണ്ണടച്ചിടുന്നേ? ഉടങ്ങി ഇന്നോടെയാ ഡാഡ വിളിക്കുമ്പോ. ഫാൻ ഇടാമോ? ഫാൻ കൂക്കം വലിച്ചേ. സൂപ്പർ സൂപ്പർ. വെള്ളം വേണോ? അവിടെ ഇരിക്കുക, നമ്മൾ തരാം. തുറന്നു ഉടങ്ങിക്കോ. ഉടങ്ങാൻ മണിനാ അവയുടെ കൂടെ കളിച്ചിരിക്കാൻ നല്ല രസമാട്ടോ. ഇനി ഞങ്ങൾക്ക് കുളിക്കാനുണ്ട്. അപ്പോൾ അവനങ്ങനെ കളിക്കാനിരുന്നതുകൊണ്ടാണ് ഞാനും പിന്നെ കുറച്ച് നേരം അവിടെ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ നല്ലപോലെ ലേറ്റ് ആവും. ഇച്ചില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ആൾ വന്നു കഴിയുമ്പോൾ എല്ലാവരും പഴയപടിയാവും. നല്ല രീതിയിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ കുറച്ചധികം ദിവസമായി ആൾ പോയിട്ട്. ഞാനങ്ങനെ വീഡിയോസിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും ദിവസം മാറി നിൽക്കുന്നത് വർക്കിന് പോയിട്ട്. അല്ലെങ്കിൽ അധികം ഇത്രയും ദിവസം എന്തായാലും എടുക്കാറില്ല. ഇപ്പോൾ ആൾ പോയിട്ടൊരു 1 മന്ത് ആവാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് വരും കേട്ടോ. 2 ഡേയ്സിനുള്ളിൽ എന്തായാലും ആൾ വരും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്നോ ക്ലീനിങ് ഡേ എന്നൊക്കെ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.